ഹായ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഉച്ചക്കത്തെ കറികൾ ഉൾപ്പെടുത്തിയ ഒരു ചെറിയൊരു വീഡിയോ ആണ്. അപ്പം നമുക്ക് ഈ കറികളൊക്കെ ഉണ്ടാക്കിയത് എങ്ങനെയെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ കുക്കറിലേക്ക് നമ്മൾ തോരപ്പരിപ്പ് കഴുകിയിട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ 3-4 വെളുത്തുള്ളി, പിന്നെ ഒരു കഷ്ണം കായം, ചെറിയൊരു കഷ്ണം കായം, പിന്നെ 3 പച്ചമുളക്, ഒരു മീഡിയം സൈസ് തക്കാളി, ഇത്രയും കൂടി നമ്മൾ അരിഞ്ഞിട്ടിട്ടുണ്ട്. ഇനി നമ്മളിത് അടച്ച് വെച്ച് മീഡിയം തീയിൽ ഒന്ന് വേവിച്ചെടുക്കുക. നമ്മളിത് പരിപ്പ് കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് വേവുന്ന സമയം കൊണ്ട് നമുക്കൊരു മെഴുക്കുവരട്ടി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാനിത് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വെണ്ടയ്ക്ക ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തതിന് ശേഷം ഇതൊന്ന് ചെറിയ തീയിൽ നമുക്കൊന്ന് അല്പനേരം ഒന്ന് തുറന്ന് വെച്ച് വേവിക്കാം. വെണ്ടയ്ക്കയിലെ വഴുവഴുപ്പൊക്കെ മാറിയതിന് ശേഷം ഇതിലേക്ക് ഞാൻ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും ഒന്ന് തുറന്ന് വെച്ച് വേവിക്കാം. അപ്പോൾ വെണ്ടയ്ക്കയൊക്കെ പകുതി വെന്തതിന് ശേഷം നമ്മളിതിലേക്ക് സവാളയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ സവാള അധികം വെന്ത് പോവാതെ നമുക്ക് സവാള ഇങ്ങനെ വിട്ട് ഇതിൽ നമുക്ക് കിടക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സവാള പിന്നെ ഇട്ട് കൊടുത്തത്. അതിനുശേഷം നമ്മളത് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് കൂടി വേവിച്ചെടുക്കാം. അപ്പോൾ 5 മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ അടപ്പൊക്കെ മാറ്റി നന്നായിട്ട് ഇളക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സിമ്പിളായിട്ടുള്ള മെഴുക്ക് പുരട്ടി റെഡി ആയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മുടെ പരിപ്പ് നന്നായിട്ട് വെന്തതിന് ശേഷം അതിലേക്ക് നമുക്ക് കടുക് വറുത്തൊഴിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വറ്റൽമുളക്, ചെറിയുള്ളി, 3-4 അല്ലി വെളുത്തുള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു തണ്ട് കറിവേപ്പില. അപ്പോൾ ചട്ടി വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് നന്നായി പൊട്ടിയതിന് ശേഷം അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ചെറിയുള്ളി എല്ലാം കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇവിടെ തന്നെ കറിവേപ്പില, ഉണക്കമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി മൂത്തതിന് ശേഷം ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ ജീരകം പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ അതിലേക്കിട്ട പൊടി നന്നായിട്ട് മൂത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. നന്നായി തിളച്ചതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ അതേ നമ്മുടെ പരിപ്പ് കറി നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് കുറച്ച് ഉണക്കമീനും കൂടി ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ നന്നായിട്ട് മീൻ കഴുകി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടിയും ഒരല്പം മുളക് പൊടിയും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് തിരുമ്മിയെടുത്തതിന് ശേഷം നമുക്കതൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഉണക്കമീനൊക്കെ വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ കറികളെന്ന് പറയുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള കറികളാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യണം. ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.